ഓം ശാന്തി 2/7/2026 പ്രഭാതമുരളി മധുബാൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ വികാരങ്ങളെ ദാനം നൽകുകയാണെങ്കിൽ രാഹുവിൻ്റെ ഗ്രഹപ്പിഴ ഇല്ലാതാകും. ദാനം നൽകിയാൽ ഗ്രഹപ്പിഴ ഇല്ലാതാകും. ചോദ്യം: വൃക്ഷപതിയായ ബാബ തൻ്റെ ഭാരതവാസി കുട്ടികൾക്ക് ബൃഹസ്പതി ദശ, അതായത് വ്യാഴദശ ആക്കുന്നതിന് വേണ്ടി ഏത് സ്മൃതിയാണ് ഉണർത്തിക്കുന്നത്? ഉത്തരം: അല്ലയോ ഭാരതവാസി കുട്ടികളെ, നിങ്ങളുടെ ആദി സനാതന ദേവീദേവതാ ധർമ്മം അതിശ്രേഷ്ഠമായിരുന്നു. നിങ്ങൾ സർവഗുണസമ്പന്നരും 16 കലാസമ്പൂർണരുമായിരുന്നു. സാഗരനായ എൻ്റെ കുട്ടികളായ നിങ്ങൾ കാമചിതയിലിരുന്ന് കറുത്തുപോയിരിക്കുകയാണ്. ഗ്രഹപ്പിഴ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും വെളുത്തതാക്കാൻ വന്നിരിക്കുകയാണ്. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. ഇത് ആരുടെ മഹിമയാണ് കേട്ടത്? പരിധിയില്ലാത്ത ബാബയുടെ. ഉയർന്നതിലും ഉയർന്ന ബാബ പരംപിത പരമാത്മാവ് തന്നെയാണ്. ലൗകിക അച്ഛനെ ഒന്നും എല്ലാവരും പറയില്ല. കുട്ടികൾക്കറിയാം, എല്ലാ ആത്മാക്കളുടെയും പാരലൗകിക അച്ഛനാണ് ഉയർന്നതിലും വെച്ച് ഉയർന്നത്. അവരുടെ പേര് തന്നെ ശിവൻ എന്നാണ്. പേരും രൂപവുമില്ലാത്ത ഒരു വസ്തുവും ഉണ്ടാവില്ല. ഈ സമയം എല്ലാവർക്കും രാഹുവിൻ്റെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. അതിനാൽ ഇത് അയൺ ഏജ്ഡ് വേൾഡ് എന്ന് പറയപ്പെടുന്നു, അതായത് കലിയുഗി ലോകം. ദശകളും ഉണ്ടാകുന്നു: വ്യാഴദശ, ശുക്രദശ. ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാഴദശയാണ്. ആരുടെ മഹിമയാണോ കേട്ടത്? ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ശിവബാബ. ബാബയുടെ യഥാർത്ഥ പേരാണ് ശിവൻ. ബാക്കി വിവിധ പ്രകാരത്തിലുള്ള അനേകം പേരുകൾ വച്ചിരിക്കുന്നു. യഥാർത്ഥ പേരാണ് ശിവബാബ. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ബീജരൂപമാണ്, ചൈതന്യമാണ്, സച്ചിദാനന്ദൻ എന്ന് പറയുന്നു. പിന്നീട് ബാബ പറയുന്നു, ബാബ സുഖത്തിൻ്റെ സാഗരനാണ്. ആനന്ദം, ശാന്തി ഇവയുടെ സാഗരമാണ്. മഹിമ മുഴുവനും ബാബയുടേത് മാത്രമാണ്. ഭാരതവാസികൾ മഹിമ പാടുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ഒരുപോലെ കല്ലുബുദ്ധി ആയിരിക്കുകയാണ്. കല്ലുബുദ്ധിയാക്കി മാറ്റിയത് ആരാണ്? രാവണൻ. സത്യുഗത്തിൽ ഭാരതവാസികൾ പവിഴ ബുദ്ധികളായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുൻപ് ഈ ഭാരതം പവിഴപുരിയായിരുന്നു. അവിടെ ദേവീദേവതകൾ ജീവിച്ചിരുന്നു. ഭാരതം തന്നെയാണ് അവിനാശിയായ ഖണ്ഡമെന്ന് പാടപ്പെടുന്നത്. ഭാരതത്തിൽ തന്നെയാണ് പവിഴ ബുദ്ധികളായ ദേവതകൾ ഉണ്ടായിരുന്നത്. ഈ സമയം കല്ല് ബുദ്ധി പതീതമായിരിക്കുകയാണ്. പതീതരായി മാറുന്നത് എങ്ങനെയാണ്? ഇതും ബാബ മനസ്സിലാക്കി തന്നു. ദ്വാപുരം മുതൽ എപ്പോഴാണോ കാമചിതയിലിരുന്നത്, അപ്പോൾ കറുത്തവരായി മാറി. കാമാഗ്നിയിൽ എല്ലാം ഭസ്മമായി പോയി. അതിലും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ കാര്യമാണ്. ഭാരതത്തിൽ പവിഴ ബുദ്ധികളായ ദേവതകളുടെ രാജ്യമായിരുന്നു. അതിന് വിഷ്ണുപുരി, രാമരാജ്യമെന്നും പറയപ്പെട്ടിരുന്നു. ഇത് ബാബ വന്ന് പറഞ്ഞു തരുന്നു. മധുരമധുരമായ ഓമനക്കുട്ടികൾ, എപ്പോഴാണോ നിങ്ങൾ സത്യയുഗത്തിലായിരുന്നത്, സർവഗുണസമ്പന്നരായിരുന്നു. ഇത് നിങ്ങളുടെ മഹിമയാണ്. അവിടെ വികാരമുണ്ടായിരുന്നില്ല. ദ്വാപുരം മുതൽ രാവണൻ 5 വികാരങ്ങളുടെ രാജ്യം ആരംഭിച്ചു. അപ്പോൾ രാമരാജ്യം മാറി രാവണ രാജ്യമുണ്ടായി. ഇപ്പോൾ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. തികച്ചും ഭാരതം കറുത്തുപോയി. വ്യാഴദശ ഏറ്റവും നല്ലതാണ്. ഭാരതത്തിൽ വ്യാഴദശ സത്യയുഗത്തിലായിരുന്നു. പിന്നീട് ത്രേതായുഗത്തിൽ ശുക്രന്റെ ദശ. അതിനാൽ 2 കല കുറഞ്ഞുപോയി. അതിനെ തന്നെയാണ് സിൽവർ ഏജ്, അതായത് ത്രേതായുഗം എന്ന് പറയുന്നത്. പിന്നീട് ദ്വാപര, കലിയുഗം വന്നു.
ഏണിപ്പടി ഇറങ്ങി വന്നു. ശനിയുടെ ദശയുണ്ടായി. ഈ സമയം എല്ലാവരുടെ മേലും രാഹുവിന്റെ ദശയാണ്. സൂര്യനെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. അതിനാൽ പറയുകയാണ്, ദാനം നൽകിയാൽ ഗ്രഹണം ഇല്ലാതാകും. ഇപ്പോൾ ആത്മീയ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതാണ് ആത്മീയ ജ്ഞാനം. ഇതൊരു ശാസ്ത്രങ്ങളുടെയും ജ്ഞാനമല്ല. ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ഭക്തിമാർഗമെന്ന് പറയുന്നു. സത്യത്രേതായുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുകയില്ല. ജ്ഞാനവും ഭക്തിയും പിന്നീടാണ് വൈരാഗ്യം. അർത്ഥം ഈ പഴയ ലോകത്തെ ഉപേക്ഷിക്കണം. ഇതാണ് ശൂദ്രവർണം. വിരാട്ട രൂപം കാണിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ. ഇത് ഭാരതത്തിന്റെ മാത്രം കഥയാണ്. വിരാട്ട രൂപം ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷെ കല്ല് ബുദ്ധികൾ മനസ്സിലാക്കുന്നില്ല. കല്ല് ബുദ്ധിയായത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ പതീതമാണ്. ഭാരതവാസികൾ തന്നെയായിരുന്നു പവിഴ ബുദ്ധികൾ. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. വേറെ ഒരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഇത് ബാബ മനസ്സിലാക്കി തരുന്നു. ഈ രാജയോഗം ആരാണ് പഠിപ്പിക്കുന്നത്? ശിവാചാര്യൻ. ഇതാണ് ജ്ഞാനത്തിന്റെ സാഗരൻ. ഒരു മനുഷ്യനെയും ജ്ഞാനത്തിന്റെ സാഗരൻ, സർവരുടെയും പതീത പാവനൻ എന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവരുടെയും ലിബറേറ്റർ ഒരേ ഒരു ബാബയാണ്. ബാബ സ്വയം തന്നെ വരുന്നു, ദുഃഖത്തിൽ രാവണനിൽ നിന്ന് മോചിപ്പിക്കാൻ. പിന്നീട് വഴികാട്ടിയായി മാറി കൂടെ കൊണ്ടുപോകുന്നു. അവരെ ആത്മീയ വഴികാട്ടി എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ സർവാത്മാക്കളുടെയും വഴികാട്ടിയാണ്. എല്ലാവരെയും തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകും. എന്നെപ്പോലൊരു വഴികാട്ടി വേറെ ഉണ്ടാവില്ല. പറയുന്നുമുണ്ട്, ഗോഡ് ഫാദർ ഈസ് ലിബറേറ്റർ, ഗൈഡ് ബ്ലിസ്ഫുൾ. എല്ലാവരുടെ മേലും ദയ കാണിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സാഗരന്റെ എല്ലാ കുട്ടികളും കാമചിതയിലിരുന്ന് കത്തി മരിച്ചിരിക്കുകയാണ്. അതിലും പ്രത്യേകിച്ച് ഭാരതത്തിന്റെ കാര്യമാണ്. ബാബ പറയുന്നു, നിങ്ങൾ 16 കലാസമ്പൂർണവും സമ്പൂർണ്ണ നിർവികാരിയുമായിരുന്നു. ഇപ്പോൾ കാമചിതയിലിരുന്ന് നിങ്ങൾ എന്തായി മാറിയിരിക്കുന്നു? ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. വൃക്ഷപതിയായ ബാബ വന്ന് മനുഷ്യർക്ക് വ്യാഴദിശ നൽകുകയാണ്. പ്രത്യേകിച്ച് ഭാരതം മാത്രമല്ല, മുഴുവൻ വിശ്വത്തിലും ഈ സമയം രാഹുവിന്റെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് ഭാരതത്തിന്റെ മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും ഗതി സദ്ഗതി ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വന്നത് തന്നെ പവിഴബുദ്ധി ആകുന്നതിനാണ്. അതിസ്നേഹിയായ ബാബയാണ്. എല്ലാ പ്രിയതമകളുടെയും പ്രിയതമൻ ഒരാൾ മാത്രമാണ്. എല്ലാ രാജ്യത്തിലും തീർച്ചയായും ശിവലിംഗം ഉണ്ടാക്കുന്നുണ്ട്. എന്തെന്നാൽ എല്ലാവരുടെയും അച്ഛനാണല്ലോ. ഭാരതത്തിൽ അനേക ശിവക്ഷേത്രങ്ങളുണ്ട്. അതിനെ ശിവാലയമെന്ന് പറയുന്നു. വസിക്കുന്നതിനുള്ള സ്ഥാനം. സത്യുഗത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലെ മനുഷ്യരാണ്. പക്ഷെ ആ ധർമ്മം എപ്പോഴായിരുന്നു, അവരുടെ രാജ്യം എപ്പോഴായിരുന്നു, ഇതറിയുകയില്ല. സത്യുഗത്തിൽ ആയുസ് നീണ്ടതായി എഴുതിയിരിക്കുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളിലിപ്പോൾ വ്യാഴദശ ആയിരിക്കുകയാണ് 21 ജന്മത്തേക്ക്. വൃക്ഷപതിയാണ് ജ്ഞാനത്തിന്റെ സാഗരൻ, പതീത പാവനൻ. ആരെയാണോ എല്ലാവരും അങ്ങാണ് അച്ഛനും അമ്മയും, ഞങ്ങൾ അങ്ങയുടെ കുട്ടികൾ എന്ന് മഹിമ പാടുന്നത്, എല്ലാവരും ബാബയുടെ മഹിമയാണ് ചെയ്യുന്നത്. സത്യത്രേതായുഗത്തിൽ വളരെയധികം സുഖമുണ്ടായിരുന്നു. ബാബ ഹെവൻലി ഗോഡ്ഫാദർ, സ്വർഗത്തിന്റെ രചയിതാവുമാണെങ്കിൽ തീർച്ചയായും നമ്മളും സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളെല്ലാവരും സ്വർഗവാസികളായിരുന്നു. ഇപ്പോൾ നരകവാസികളായി മാറിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ തന്നെയാണ്
ആദി സനാതന ദേവി ദേവതാ ധർമ്മം. എങ്ങനെയാണോ ക്രിസ്തുധർമ്മത്തിലുള്ളവർ, അവർ ക്രിസ്തുധർമ്മത്തിലൂടെ മാത്രമേ വരൂ. ബാബ പറയുന്നു, നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ തന്റെ ധർമ്മം എന്തുകൊണ്ടാണ് മറന്നുപോയത്? നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. ബാബ സ്മൃതി ഉണർത്തി തരികയാണ്, നിങ്ങളുടേത് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മവും കർമ്മവുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നീചനും പാപിയും കളങ്കിതരുമായിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ദേവതകളുടെ പൂജാരികൾ. പിന്നെ എന്തുകൊണ്ടാണ് സ്വയം ഹിന്ദുവെന്ന് പറയുന്നത്? ഭാരതത്തിൽ ഇതെന്തവസ്ഥയാണ്? ആരാണോ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ, അവർ വികാരിയായി മാറിയത് കാരണം സ്വയം ദേവതയെന്ന് പറയുകയില്ല. ബാബ പറയുന്നു, ഇപ്പോൾ ഈ പതിത ലോകത്തിന്റെ അവസാനമാണ്. മഹാഭാരത യുദ്ധവും നിൽക്കുന്നു. ഭഗവാനു വാച, ഞാൻ നിങ്ങൾക്ക് സത്യുഗത്തിനു വേണ്ടി രാജയോഗം പഠിപ്പിക്കുകയാണ്. ഭഗവാനാണെങ്കിൽ ഒന്നു മാത്രമാണ്. നമ്മൾ അവരുടെ കുട്ടികൾ സാളിഗ്രാമങ്ങളാണ്. ബാബ പറയുന്നു, നിങ്ങൾ ആരാണോ പൂജ്യരായിരുന്നത്, അവർ പൂജാരി ഭക്തരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പൂജ്യ ദേവതയായി മാറുന്നതിന് വേണ്ടി ജ്ഞാനം എടുക്കുകയാണ്. പിന്നീട് ദ്വാപരം മുതൽ പൂജ്യനിൽ നിന്നും പൂജാരിയായി മാറും. നിങ്ങൾ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നു. ആരാണോ 84 ജന്മങ്ങൾ എടുക്കുന്നത്, അവർ തന്നെയാണ് വന്ന് ബ്രഹ്മകുമാരനും കുമാരിയുമായി മാറുകയുള്ളൂ. ബ്രഹ്മാവിലൂടെ ആദി സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ഇതും പാടപ്പെടുന്നുണ്ട്. പ്രജാപിതാവുണ്ടെങ്കിൽ അനേകം കുട്ടികളും ഉണ്ടാകും. അവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ തന്നെയാണ് വേണ്ടത്. എത്രയധികം പ്രജകളാണ്! ഈ ബ്രാഹ്മണർ തന്നെയാണ് പിന്നീട് ദേവതയായി മാറേണ്ടത്. ബാബ വന്ന് ശൂദ്രനിൽ നിന്നും മാറ്റി ബ്രാഹ്മണ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. ഇതാണ് മംഗളകാരിയായ സംഗമയുഗം. ഈ യുദ്ധത്തെ തന്നെയാണ് മംഗളകാരി എന്ന് പറയപ്പെടുന്നത്. ഈ വിനാശത്തിന് ശേഷം തന്നെയാണ് പിന്നീട് സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് സ്വർഗവാസിയാകുന്നതിന്, അഥവാ വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിന്. നിങ്ങൾ കുട്ടികൾക്ക് മേൽ ഇപ്പോൾ അവിനാശിയായ വ്യാഴദശയാണ്. 16 കലാ സമ്പൂർണരെന്ന് പറയപ്പെടുന്നു. പിന്നീട് 2 കല കുറയുമ്പോൾ ശുക്രദശ എന്ന് പറയപ്പെടുന്നു. സത്യയുഗത്തിൽ വ്യാഴദശയാണ്. പിന്നീട് ത്രേതായുഗത്തിൽ ശുക്രദശ. പിന്നീട് താഴെ ഇറങ്ങി വരുന്നു. ചൊവ്വയുടെ, ശനിയുടെ, രാഹുവിന്റെ ദശയുണ്ടാകുന്നു. ജന്മജന്മാന്തരം വിപരീത ദശകളിൽ കറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബയിലൂടെ വ്യാഴദശയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പരിധിയില്ലാത്ത ബാബ, ജ്ഞാനത്തിന്റെ സാഗരൻ, പതിത പാവനൻ. ബാബ തന്നെയാണ് നിങ്ങളുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും. ബാക്കി എല്ലാവരും അസത്യമാണ്. ആരുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് വികാരി ലോകം എന്ന് പറയുന്നത്. അതാണ് നിർവികാരി ലോകം. ഇപ്പോൾ വികാരി ലോകത്തിൽ എല്ലാവരും വളരെ ദുഃഖിതരാണ്. യുദ്ധവും പകർച്ചവ്യാധിയും എന്തെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് രക്തപ്പുഴ ഒഴുകും എന്ന് പറയുന്നത്. ഒരു കാരണവുമില്ലാതെ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബോംബ് വീണാൽ തന്നെ അതിലൂടെ പെട്ടെന്ന് എല്ലാം അവസാനിക്കും. ഇത് അതേ സംഗമയുഗത്തിന്റെ സമയമാണ്. നിങ്ങൾ ദേവതകൾക്ക് വേണ്ടി പിന്നീട് പുതിയ ലോകം വേണം. അതിനാൽ ബാബ ഇപ്പോൾ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, മന്മനാഭവ. ഇത് ഏത് ബാബയാണ് പറഞ്ഞത്? ശിവബാബ. ശിവബാബയാണെങ്കിലോ നിരാകാരനാണ്. ഇപ്രകാരം നിങ്ങളും നിരാകാരമാണ്. പക്ഷെ നിങ്ങൾ പുനർജന്മത്തിൽ വരുന്നു, ഞാൻ വരുന്നില്ല. ഈ സമയം എല്ലാവരും പതിതരാണ്.
ഒരാൾ പോലും പാവനമായിട്ടില്ല. പതിതമാവുക തന്നെ വേണം. സതോ രജോ തമോയിൽ വീഴേണ്ടി വരും. പതിത ലോകത്തിൽ എത്രയധികം മനുഷ്യരാണ്. പാവന ലോകത്തിൽ വളരെ കുറച്ചുപേർ രാജ്യം ഭരിക്കുന്നു. ഒരേ ഒരു ധർമ്മം മാത്രമായിരുന്നു, വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഭാരതത്തെ തന്നെയാണ് സ്വർഗമെന്ന് പറയുന്നത്. പാടുന്നു, കുടത്തിൽ തന്നെയാണ് സൂര്യൻ, കുടത്തിൽ തന്നെയാണ് ചന്ദ്രൻ. സത്യയുഗത്തിൽ 9 ലക്ഷമുണ്ടാകും. പിന്നാലെ വൃദ്ധിയുണ്ടാകുന്നു. ആദ്യം വളരെ ചെറിയ പൂക്കളുടെ വൃക്ഷമുണ്ടാകുന്നു. മുള്ളുകളുടെ എത്ര വലിയ കാടാണ്. ഡൽഹിയിൽ മുഗൾ ഗാർഡൻ നോക്കൂ, എത്ര നല്ലതാണ്. അതിലും വലിയ ഒരു ഗാർഡനും ഇല്ല. കാട് നോക്കൂ, എത്ര വലുതാണ്. സത്യുഗി പൂന്തോട്ടവും വളരെ ചെറുതാണ്. പിന്നീട് വൃദ്ധി പ്രാപിച്ച് വലുതാകുന്നു. ഇപ്പോഴാണെങ്കിലോ മുള്ളുകളുടെ കാടായി മാറി. രാവണന്റെ വരവിലൂടെ മുള്ളായി മാറി. ഇതാണ് മുള്ളുകളുടെ കാട്. പരസ്പരം വഴക്കടിച്ച് പരസ്പരം അടിക്കുന്നു. വളരെയധികം ക്രോധമാണ്. കുരങ്ങനേക്കാളും മോശമെന്ന് പറയപ്പെടുന്നു. അതിനാൽ ബാബ പറയുകയാണ്, എൻ്റെ ഓമന സന്താനങ്ങളെ, നിങ്ങൾക്ക് മേൽ ഇപ്പോൾ വ്യാഴദശയാണ്. ഇപ്പോൾ ദാനം നൽകുകയാണെങ്കിൽ ഗ്രഹപ്പിഴ ഇല്ലാതാകും. ഇപ്പോൾ ഇവിടെ സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. പിന്നീട് ഈ ശരീരം ഉപേക്ഷിച്ച് പോയി ശിവാലയത്തിൽ വരും. ശിവാലയത്തിൽ വളരെയധികം സുഖമുണ്ടാകുന്നു. ദേവീ ദേവതകളുടെ രാജ്യമാണ്. സത്യുഗത്തെ ശിവാലയമെന്ന് പറയുന്നു. കലിയുഗത്തെ വേശ്യാലയമെന്ന് പറയുന്നു. ഈ വേശ്യാലയം രാവണനാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ബാബ പറയുന്നു, പതീതത്തിൽ നിന്നും പാവനമായി മാറണം. എങ്ങനെ മാറും? ത്രിവേണിയിൽ ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമായി മാറുമോ? ഇതാണെങ്കിൽ ജന്മജന്മാന്തരം ചെയ്തു വന്നു. കോടിക്കണക്കിന് മനുഷ്യർ പോയി സ്നാനം ചെയ്യുന്നു. അനേകം നദികൾ, പുഴകൾ, കുളം മുതലായവയുണ്ട്. എവിടെയെല്ലാം വെള്ളം കാണുന്നുണ്ടോ പോയി സ്നാനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വയം പതീതമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പവിഴനാഥൻ നിങ്ങളുടെ ബുദ്ധി പവിഴമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അങ്ങനെയുള്ള പവിഴനാഥനായ ബാബയെ എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ മുള്ളുകളുടെ കാട്ടിൽ നിന്ന് പൂക്കളുടെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഏതെല്ലാം മുള്ളുകൾ, അതായത് വികാരമുണ്ടോ, അതിനെയെല്ലാം പുറത്തു കളയണം. പവിഴമാക്കി മാറ്റുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. 2. ഈ മംഗളകാരിയായ സംഗമയുഗത്തിൽ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനും ബ്രാഹ്മണനിൽ നിന്ന് ദേവതയുമായി മാറുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. രാഹുവിൻ്റെ ഗ്രഹണം ഇറക്കുന്നതിന് വേണ്ടി വികാരങ്ങളെ ദാനം നൽകണം. വരദാനം: സംഗമയുഗത്തിലെ ഓരോ കർമ്മവും കലയുടെ രൂപത്തിൽ ചെയ്യുന്ന 16 കലാ സമ്പൂർണരായി ഭവിക്കട്ടെ. സംഗമയുഗം ശ്രേഷ്ഠ കർമ്മങ്ങളെ കലകളാക്കി മാറ്റുന്ന യുഗമാണ്. ആരുടെയാണോ ഓരോ കർമ്മവും കലയുടെ രൂപത്തിലുള്ളത്, അവരുടെ ഓരോ കർമ്മങ്ങളുടെയും ഗുണങ്ങളുടെയും മഹിമ പാടാറുണ്ട്. 16 കലാസമ്പന്നം അർത്ഥം ഓരോ കാര്യങ്ങളും സമ്പൂർണ്ണ കല നിറഞ്ഞവയായി കാണപ്പെടണം. ഇതിനെയാണ് സമ്പൂർണ്ണ സ്റ്റേജിന്റെ അടയാളം എന്ന് പറയുന്നത്. എങ്ങനെയാണോ സാകാര ബാബയുടെ വാക്കുകൾ, പെരുമാറ്റം എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ വിശേഷതകൾ കാണപ്പെട്ടിരുന്നത്, അവ കലകളായി മാറുകയാണ് ചെയ്തത്. ഇടപഴകുന്നതിൻ്റെ കല, നോക്കിക്കാണുന്നതിൻ്റെ കല, നടക്കുന്നതിൻ്റെ കല, ഇവയെല്ലാത്തിലും ഒരു വേറിട്ട രീതിയും വിശേഷതയും കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള ഫോളോ ഫാദർ ആയി മാറി
16 കലാസമ്പന്നരായി മാറണം. സ്ലോഗൻ: വളരെ പെട്ടെന്ന് ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ശക്തിശാലികൾ. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ശക്തിശാലിയായ ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. താങ്കൾ കുട്ടികളുടെ യോഗം എപ്പോഴാണോ ജ്വാലാസ്വരൂപവും ശക്തിശാലിയുമായി മാറുന്നത്, അപ്പോൾ പവിത്രതയുടെ അഗ്നിക്ക് സെക്കൻഡിൽ വിശ്വത്തിലെ എല്ലാ അഴുക്കുകളെയും ഭസ്മമാക്കാൻ കഴിയും. പവിത്രതയുടെ ഈ ശക്തി വളരെ മഹത്തായതാണ്. അന്തിമത്തിൽ താങ്കൾ സമ്പൂർണ്ണ പവിത്രമായി മാറുമ്പോൾ താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ അഗ്നിയിലൂടെ എല്ലാ അഴുക്കുകളും ഭസ്മമായി പോകും. ഓം ശാന്തി.